നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാരും ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയിലെ വിശേഷങ്ങൾ അറിയാൻ ഇന്ത്യക്കാർക്കും വളരെ താല്പര്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആയ ട്രംപിന് നേരെ ഇപ്പോൾ ഒരു വധശ്രമം ഉണ്ടായി ഗോൾഫ് ക്ലബ്ബിൽ വെച്ചിട്ട്. അപ്പോൾ അത് FBI ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന അതൊരു കൃത്യമായൊരു വധശ്രമം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വധശ്രമം നടത്തിയ ആൾ ഒരു യുക്രൈൻ അനുകൂലിയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരു നിലപാട് യുക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ. ആ അവസ്ഥയിൽ അപ്പോൾ ഈ ട്രംപിനെതിരെ അയാൾ വധശ്രമം നടത്തുന്നതിൻ്റെ കാരണം എന്തായിരിക്കും എന്നാണ് സാറ് വിചാരിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഈ വധശ്രമം മർഡർ അറ്റംപ്റ്റ് നടന്നത് ട്രംപ് ഇൻ്റർനാഷണൽ ഗോൾഫ് ക്ലബ്ബ് വെസ്റ്റ് പാം ബീച്ച് ഫ്ലോറിഡ എന്ന സ്ഥലത്താണ്. അത് ഒരുപക്ഷെ ട്രംപിൻ്റെ തന്നെ സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ ഈ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ റയാൻ വെസ്ലി റൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു 58 years ഓൾഡ് ഒരുത്തനാണ് ഈ പണി ചെയ്തത്. അദ്ദേഹം യുക്രൈന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെയല്ല, യുക്രൈനോട് വളരെ സിമ്പതിയുള്ള ആളാണ്, ഫണ്ട് റൈസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ഈ മർഡർ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുക്രൈൻ പോളിസി ട്രംപിൻ്റെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് വേണം കരുതാനായിട്ട്. അത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് യുക്രൈനോട് വലിയ താല്പര്യമില്ല. അതേസമയം ഇസ്രായേലിനോട് വലിയ താല്പര്യം ഉണ്ടെന്ന് തന്നെ. ഇസ്രായേലിനോട് താല്പര്യം കൂടുതൽ ട്രംപിനാണ് കമലാ ഹാരിസിനേക്കാളും. അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ട്രംപ് ഓക്കെ, പക്ഷേ ഈ യുക്രൈൻ്റെ കാര്യത്തിൽ ട്രംപ് ഈസ് നോട്ട് ഓക്കെ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ യൂറോപ്പിലുള്ള രാജ്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം അമേരിക്ക തലയിൽ വലിച്ചു വെച്ച് ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ മണി മുഴുവനും അങ്ങോട്ട് കൊടുക്കുന്നതും, അതേപോലെ നേറ്റോയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ചില ഈ യൂറോപ്യൻ കൺട്രീസ് വലിയ താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്ക എല്ലാത്തിലും പോയി ഈ പ്രശ്നങ്ങളിൽ ചെന്ന് പെടണം എന്തിനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ട്രംപിനുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ശരിയായ സപ്പോർട്ട് കിട്ടില്ല എന്നൊരു പക്ഷേ ഇദ്ദേഹത്തിന് തോന്നിയിരിക്കാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. പക്ഷേ പലരും അതിനെ കാണുന്നത് ഇതൊരു ഡ്രാമയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നായിരുന്നു. അത് ചെവിയിലൂടെ ഒക്കെ കൊള്ളുകയും പോവുകയൊക്കെ ചെയ്തു. ആ സംഭവത്തിന് ശേഷം ട്രംപിൻ്റെ ഒരു ഇമേജ് ഒന്ന് ആൾക്കാർക്ക് ഒരു സിമ്പതി വരികയും ട്രംപിൻ്റെ ഇമേജ് പീക്കിലെത്തിയത് അപ്പോഴാണ്. പിന്നെ പോരാത്തതിന് ആ സമയത്ത് ബൈഡൻ അല്പം മോശമാകുകയും ചെയ്തു. ബൈഡൻ മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബേറ്റിനൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു ലോങ് ടൂർ ഓഫ് യൂറോപ്പ് അത് കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത്. അല്പം ജെറ്റ് ലാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരത് മനസ്സിലാക്കണമെന്നില്ല. ഈ ഡിബേറ്റ് നടത്തുന്നത് മാത്രമേ ശ്രദ്ധിക്കണുള്ളൂ. അപ്പോൾ കുറച്ച് കീഴ്പ്പെട്ടു പോയി ബൈഡൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുണ്ടായത്. എന്തായാലും അദ്ദേഹം മാറിയത് ട്രംപിന് കേടായിപ്പോയി എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ കമലാ ഹാരിസ് വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് പറഞ്ഞ കുറ്റങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ ട്രംപിനോട് ഇദ്ദേഹത്തിന് വിരോധം തോന്നാനുള്ള കാരണം ഈ പറയുന്ന റയാൻ വെസ്ലി റൂത്ത് എന്ന് പറയുന്ന ആൾക്ക് വിരോധം തോന്നാനുള്ള കാരണം ഒരുപക്ഷെ ട്രംപിന് യുക്രൈനോട് താല്പര്യമില്ല എന്നുള്ളത് ആകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ മർഡർ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രാമയായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് യഥാർത്ഥത്തിലുള്ളൊരു സംഭവം തന്നെയായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇദ്ദേഹം വന്നിരുന്നത് ഹി വാസ് ആംഡ് വിത്ത് AK-47 സ്റ്റൈൽ ഗൺ അല്ലെങ്കിൽ റിവോൾവർ ഇതൊക്കെ പറയുന്നത്. AK-47 ആണെന്ന് പറയുന്നില്ല. AK-47 പോലെ തന്നെയുള്ള ഒരു തോക്കാണ് അത്. അദ്ദേഹം മറഞ്ഞിരിക്കുകയായിരുന്നു. കുറച്ച് ബുഷസ് ഇങ്ങനെ ഫെൻസ് പോലെ വെച്ച് പിടിപ്പിച്ച കുറച്ച് കുറ്റിച്ചെടികളുണ്ടായിരുന്നു. ആ ഫെൻസിൻ്റെ മറവിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. ഈ സെക്യൂരിറ്റി ഏജൻസീസ് അല്ലെങ്കിൽ സീക്രട്ട് സർവീസ് ഏജൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ AK-47 പോലെയുള്ളൊരു തോക്കിൻ്റെ ഒരറ്റം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അത് ലക്ഷ്യം വയ്ക്കുന്നത് ട്രംപിനെയാണെന്ന് മനസ്സിലായ പാടെ അവർ ഫയറിങ് നടത്തി. സാഹചര്യം അനുകൂലമല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് ഓടി ആ AK-47 പോലത്തെ സാധനം അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഓടി അദ്ദേഹത്തിൻ്റെ ഒരു SUV അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ SUVയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ അവിടെ തന്നെ ഒരു വിറ്റ്നസ് വേറൊരാൾ നിൽപ്പുണ്ടായിരുന്നു. വേറെ ആളൊരാൾ ഈ മൊബൈലിൽ ഇതെല്ലാം പകർത്തിയായിരുന്നു. ഈ വണ്ടിയുടെ ഫോട്ടോയും അതേപോലെ നമ്പർ പ്ലേറ്റും മറ്റു കാര്യങ്ങളെല്ലാം മൊബൈലിൽ പിടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കാനൊന്നും വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ FBI കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോൾഫ് കോഴ്സ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തു.
പിന്നെ ഇത് റിസൾട്ടിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ പെട്ടെന്ന് സിമ്പതി പെട്ടെന്ന് അങ്ങ് ഉണ്ടായിരുന്ന ഒരുമില്ല അമേരിക്കയിൽ. പിന്നെ ബൈഡനെയും ഹാരിസിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് വയലൻസ് കനോട്ട് ബി പെർമിറ്റഡ് ഇൻ അമേരിക്ക എന്നൊക്കെ രണ്ടു കൂട്ടരും പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ റയാൻ വെസ്ലി റൂത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യുക്രൈന് വേണ്ടി വളരെയധികം പ്രചരണങ്ങൾ നടത്താറുണ്ട്, ഫണ്ട് റൈസിങ് നടത്താറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വലിയ സിമ്പതിയാണ് യുക്രൈനോട് ട്രംപിന് താല്പര്യം ഇല്ല എന്നുള്ള കാര്യം ഒരുപക്ഷെ വളരെ വ്യക്തമായ ഒരു കാര്യം. താല്പര്യമില്ല എന്നതിലുപരി എപ്പോഴെങ്കിലും യുക്രൈൻ വിരുദ്ധ നിലപാട് എന്തെങ്കിലും വിരുദ്ധ നിലപാട് എടുത്തിട്ടില്ല. പക്ഷേ ഈ ട്രംപ് നേരത്തെ തൊട്ട് ട്രംപിന് ഈവൻ ഈ നേറ്റോയുടെ കാര്യത്തിൽ പോലും അത്ര വലിയ താല്പര്യമില്ല. കാരണം നേറ്റോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായി ഫണ്ട് കൊടുക്കുന്നുണ്ട് അമേരിക്ക. അതൊക്കെ ഈ ടാക്സ് പേയേഴ്സിൻ്റെ മണിയാണല്ലോ. അതേസമയം അമേരിക്കയ്ക്ക് എന്താണ് അതുകൊണ്ട് ലാഭം? ഈ ടാക്സ് പേയേഴ്സിൻ്റെ മണി മുഴുവൻ ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ യൂറോപ്പിൽ മുടക്കിയിട്ട് നമുക്ക് നേട്ടം എന്നുള്ളൊരു ചിന്താഗതി ട്രംപിനുണ്ട്. അപ്പോൾ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണെന്ന് അറിയാമല്ലോ. ബിസിനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് വേണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിൽ തോന്നിയ പോലെ പണം മുടക്കുന്നതിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് യുക്രൈനോട് വേറെ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. യുക്രൈന് മുടക്കാമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം പണം മുടക്കിയാലാണ് കഴിയുന്നത്. അവിടെ റഷ്യ ആണെങ്കിൽ ഭയങ്കര ശക്തമായ ഒരു രാഷ്ട്രമാണല്ലോ. അതുമായിട്ട് പിടിച്ചു നിൽക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അതിനുവേണ്ട പണം മുഴുവനും അമേരിക്ക മുടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾ സഖ്യരാഷ്ട്രങ്ങൾ മുടക്കണം എന്ന് പറയുമ്പോൾ അതിൽ വലിയ താല്പര്യം ട്രംപിനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഇതിനോട്. എന്ന് പറഞ്ഞാൽ എതിർപ്പൊന്നുമില്ല. പക്ഷേ അത് ഈ റയാൻ എന്ന് പറയുന്ന ആൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു വിരോധം ട്രംപിനോടുള്ളത്. പിന്നെ ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഐ എം സേഫ് ആൻഡ് വെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നത്തിങ് വിൽ സ്ലോ മീ ഡൗൺ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ നെവർ സറണ്ടർ എന്നുകൂടി പറഞ്ഞിട്ട് വളരെ ധൈര്യത്തിലും സന്തോഷത്തിലുമാണ് അദ്ദേഹം നടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വധശ്രമം നടത്തിയ ആൾ എക്സിലൂടെ നിരവധി തവണ യുക്രൈനെ കുറിച്ചും പോസ്റ്റുകൾ ഇടാറുണ്ടായിരുന്നു. ഈ ട്രംപിന് നേരത്തെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ചും ഇയാൾ എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ മാസങ്ങളായി ട്രംപിനെ നിരീക്ഷിച്ച് വരികയായിരുന്നു എന്നല്ലേ? അതെ, അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ പിന്നെ എല്ലാ കാര്യത്തിലുള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണല്ലോ. അദ്ദേഹത്തിന് ഒരു കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ്, ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. അങ്ങനെ വരുമ്പോൾ എതിർപ്പും നല്ല ശക്തമായിരിക്കും. അതേപോലെ അദ്ദേഹത്തോട് താല്പര്യവും ഭയങ്കര ശക്തമായിരിക്കും. എതിർപ്പുള്ളവർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ പറയുന്ന റയാൻ വെസ്ലി റൂത്ത് എന്ന് പറയുന്ന ആൾക്ക് ശക്തമായ എതിർപ്പ് തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കിട്ടിയതക്കത്തിന് തട്ടിക്കളയാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് ഈ ഒരു സംഭവം ഇനി അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ മർഡർ അറ്റംപ്റ്റ് അദ്ദേഹത്തിന് വളരെ യൂസ്ഫുള്ളായിരുന്നു. കാരണം മുറിവേറ്റവും വേഗം ചാടി എഴുന്നേറ്റ് വളരെ കൂളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്തു വന്നാലും വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചു. അതേസമയം അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ട് നിന്നിരുന്നത് ബൈഡനാണ്. ജോ ബൈഡൻ ആണെങ്കിൽ അല്പം പ്രായക്കൂടുതൽ പോലെയും, കാര്യം ഇവർ തമ്മിൽ പ്രായത്തിൻ്റെ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ രണ്ടുപേരും തമ്മിൽ, ട്രംപും ബൈഡനുമായിട്ട്. പക്ഷേ അന്ന് പ്രത്യേകിച്ച് ഡിബേറ്റിൻ്റെ സമയത്തൊക്കെ കുറേ യാത്രയൊക്കെ കഴിഞ്ഞ് ഈ ജെറ്റ് ലാഗുമായിട്ട് വന്ന് അവിടെ നിന്ന് ആകെ പതറിപ്പോകുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഈ ട്രംപിനോട് പെട്ടെന്ന് ആൾക്കാർക്ക് വളരെ താല്പര്യം തോന്നി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം നോക്കിക്കോളും. മർഡർ അറ്റംപ്റ്റ് നടത്തിയിട്ട് ഒരു കുഴപ്പമില്ല, വളരെ കൂൾ ആസ്കിക്കുമ്പോഴാണ് ആൾ, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ ബൈഡൻ തീരെ അങ്ങ് മാറിപ്പോയത് ട്രംപിനൊരു നഷ്ടമായിപ്പോയി. കാരണം ഇപ്പോൾ കമല ഹാരിസ് നല്ല ഫൈറ്റിംഗ് ഫിറ്റാണ് ആൾ, ഇദ്ദേഹത്തെക്കാളും വളരെ പ്രായം കുറവാണല്ലോ. അപ്പോൾ പ്രായക്കുറവ് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ട്രംപിനേക്കാൾ കുറച്ചുകൂടി ഇപ്പോൾ സ്മാർട്ടായിട്ട് കാണപ്പെടുന്നത് കമല ഹാരിസാണ്. പക്ഷേ ആ പോളിസികളിലൊക്കെ വളരെ വ്യത്യസ്തമാണ്. കമല ഹാരിസ് അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതേപോലെ ട്രംപിന് ഈ മൈഗ്രേഷനൊട്ടും എൻകറേജ് ചെയ്യുന്നില്ല. വിദേശികൾ വരുന്നതും അഭയാർത്ഥികൾ വരണമെന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെ ഇവർക്കൊക്കെ വ്യത്യസ്തമായ പോളിസികളുണ്ട്. ഇപ്പോൾ ഈ
യുക്രൈൻ്റെ കാര്യത്തിലുള്ള താല്പര്യക്കുറവാണ് അദ്ദേഹത്തോട് ഈ റയാൻ വെസ്ലി റൂത്തിന് വിരോധം ഉണ്ടാകാനുള്ള കാരണം. ഇല്ല, മുമ്പ് എപ്പോഴും എനിക്ക് കേട്ടതായിട്ടൊരു ഓർമ്മയുള്ളത്, ട്രംപ് എപ്പോഴും ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് അമേരിക്കയുടെ ബെനിഫിറ്റ് അത് മാത്രം നോക്കിയാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പറയാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യം അദ്ദേഹം ബോധർ ചെയ്യാറില്ല. അപ്പം ഈ ഒരു നയം അമേരിക്കക്കാർ ട്രംപിനോട് കൂടെ തന്നെ നിൽക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ട്രംപിനോട് അല്ല, അതങ്ങനെ രണ്ട് കൂട്ടരോടും അവരവരുടെ പോളിസീസ് അനുസരിച്ച് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഇസ്രായേലിനോട് കമലാ ഹാരിസ് അത്ര സിമ്പതറ്റിക് ആയിരിക്കില്ല. കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിന് എന്ത് വില കൊടുത്തും സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷേ കമലാ ഹാരിസിന് അത്ര മനസ്സുകൊണ്ട് അത്ര ഇഷ്ടമല്ല ഇസ്രായേലിന്. അതേപോലെ ഈ ട്രംപിന് യുക്രൈനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. യുക്രൈൻ ഓക്കെ, പക്ഷേ ഇങ്ങനെ പണം വാരിക്കോരി അതിനുവേണ്ടി ചെലവഴിക്കുന്നതിനോട്, അതേപോലെ അമേരിക്കൻ സിറ്റിസൺസിൻ്റെ ടാക്സ് മണി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നതിൽ അത്ര വലിയ അഭിപ്രായം ട്രംപിനില്ല. അതാണ് പ്രശ്നം. ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമം ട്രംപിൻ്റെ ഒരു തന്ത്രമാണോ എന്താണോ എന്നുള്ളത് നമുക്ക് തന്ത്രമല്ല ഇപ്പോൾ. കാരണം നമുക്ക് ഈ പറയുന്ന റയാൻ വെസ്ലി റൂത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാവുന്നതുകൊണ്ടും അദ്ദേഹം എക്സിൽ ഇതിനു മുമ്പ് പല പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് വ്യക്തമാണ് ദാറ്റ് ഹി ഡസൻറ്റ് ലൈക്ക് ട്രംപ് എന്ന്. അതുകൊണ്ടാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.